ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന ഈ വിഷയത്തിൽ 24ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദ വൺ ഹൂസ് ബ്ലഡ് ക്ലീൻസസ് ഫ്രം ഓൾ സിൻ, അല്ലെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കേൾക്കാൻ വളരെ ലളിതവും പഠിക്കാൻ വളരെ ലളിതവും എന്നാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കിയെടുക്കുവാൻ വളരെ ടഫായിരിക്കുന്ന ഒരു വിഷയമാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ വളരെ ലളിതമായിട്ട് പ്രസംഗിക്കുകയും ജനത്തെ പഠിപ്പിക്കുകയും ഇതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാതെ ജനവും ഇരുട്ടിൻ്റെ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്നത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്ലീൻ ആയല്ലോ എന്ന് പറഞ്ഞ് ഇരുട്ടിൽ സഞ്ചരിക്കുകയാണ്. ഈ ഒരു വിഷയം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് സാറ്റർഡേ മെസ്സേജുകളായിട്ട് ഞാൻ ഒരു പ്രാവശ്യം റിലീസ് ചെയ്തിരുന്നു. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 7-ാം വാക്യം, അവന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നൊരു വാക്യത്തിൽ നിന്ന് ഒരു മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിശദീകരണം, വളരെ ആഴത്തുള്ളൊരു വിശദീകരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് കുറച്ചൊന്നും കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ യേശുവിൽ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അവൻ്റെ പ്രായശ്ചിത്തം നടന്ന സംഭവത്തിൽ വിശ്വസിച്ചാൽ സകല പാപം പോക്കി ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് ഒരു മിഥ്യാധാരണയിൽ കൂടെയാണ് ക്രിസ്തീയ ഗോളത്തിൽ ബഹുഭൂരിപക്ഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് യോഹന്നാൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, കണ്ടീഷണലായിട്ടാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടീഷണൽ ഓഫർ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. എങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വളരെ ലളിതമായ ഭാഷയിലാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കൂടി കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ ലോവറാക്കിയിട്ട് മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡിനോട് നിരപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞാൽ ആത്മീകമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നതായിട്ടുള്ള പെന്തിക്കോസ്ത് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളിൽ തന്നെ കരുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് അങ്ങ് ശരിയായെന്നാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറയ്ക്കുവാൻ ഈവൻ ദൈവത്തിന് പോലും സാധ്യമല്ല. ഒരു മതത്തിനോ ഒരു സംഘടനകൾക്കോ സാധ്യമല്ലെന്നല്ല, ദൈവത്തിന് പോലും തൻ്റെ സ്റ്റാൻഡേർഡിനെ കുറയ്ക്കുവാൻ സാധ്യമല്ല. കുറയ്ക്കുന്നവനല്ല അവൻ. ഇതെല്ലാം വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം. ഈ കാലഘട്ടങ്ങളിൽ ദൈവരാജ്യം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, ദൈവരാജ്യത്തിൻ്റെ ലോയുടെ വിഷയങ്ങൾ എങ്ങനെയാണ്, ദൈവവചനത്തിൻ്റെ ഗാംഭീര്യത എങ്ങനെയാണ്, ഇതൊന്നും ശരിയായിട്ട് മനസ്സിലാക്കുകയും പ്രസംഗിക്കാത്തത് കൊണ്ട് ജനത്തിൻ്റെ ഉള്ളിലൊക്കെയും പാപം ചെയ്താലും തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു മനോബോധം കടന്നു വന്നിരിക്കുകയാണ്. ഇതെല്ലാം വളരെ വളരെ ഡിസപ്ഷനാണ്, വഞ്ചനയാണ്. ഇതെല്ലാം വളരെ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ വിഷയം കുറച്ചും കൂടി ലളിതമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തിരിക്കുന്നതിൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർ ആ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും അതിന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വാക്യങ്ങളോട് വായിച്ചതിന് ശേഷം, നിങ്ങൾ സുപരിചിതമായ വാക്യങ്ങളാണ്, വായിച്ചതിന് ശേഷം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ അറ്റോൺമെൻറ്റ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുന്നതെന്ന് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്.
ഹെബ്രായ ലേഖനം 9-ാം വാക്യം മലയാളത്തിൽ വായിക്കുന്നു. നിത്യാത്മാവിനെ ദൈവത്തിൻ്റെ തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതുപോലെ 1 പീറ്റർ 1-18 കൂടി ചേർത്ത് വായിക്കുകയാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പീറ്ററിൽ തന്നെ 1-2 വാക്യം, പിതാവ് ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. വളരെയധികം സുപരിചിതമായ ഒരു വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം മലയാളത്തിലാണെങ്കിൽ 6, ഇംഗ്ലീഷിലാണെങ്കിൽ 5 വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന്, അവിടെ രാജ്യം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ എങ്കിൽ കിങ് ജെയിംസ് വെർഷനിൽ പറഞ്ഞിരിക്കുന്നത്, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വം ബലവും ആമേൻ എന്നാണ്. ഇവിടെ ഈ വാക്യങ്ങളെല്ലാം നാം സൺഡേ സ്കൂൾ തുടങ്ങി പഠിക്കുന്ന വിഷയങ്ങളാണ്. ഈവൻ ഈ ഒരു പ്രോമിസ് എസെക്കിയേൽ പ്രവചന പുസ്തകം 36-25 തുടങ്ങി എസെക്കിയേൽ, അതും കൂടെ ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളിൽ നിന്ന് ജഡത്തിൽ നിന്ന് നീക്കി മാംസളുമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇത് പ്രൊഫസിയായിട്ട്, അതായത് വീണ്ടും ജനനത്തിന് അനുഭവത്തിലേക്ക് മാനവജാതി മുഴുവനും കൊണ്ടുവരുമെന്ന് ഇസ്രായേലിനെ ഒരു മാതൃകയാക്കി എടുത്തുകൊണ്ട് അവർ പ്രവാസത്തിലിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു പ്രൊഫസി എസെക്കിയേൽ പ്രവാചകനിൽ കൂടെ പറഞ്ഞ കാര്യമാണ്. അത് ക്രിസ്തുവിൽ നമ്മൾ ഇന്ന് വീണ്ടും ഞാൻ നടക്കുന്ന കാര്യം. ഈവൻ ഇസ്രായേലിനും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിവരണത്തിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ലളിതമായിട്ട് ഈ സബ്ജക്റ്റ് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ക്രിസ്തുവിൻ്റെ അറ്റോൺമെൻറ്റിൻ്റെ ആവശ്യകത എന്തെന്ന് ഓരോ വ്യക്തികളും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും അതിൻ്റെ ആഴം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ അറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം കൊണ്ട് മനസ്സിലാക്കുന്നത്? ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന ഒരു 9 എപ്പിസോഡുകളുള്ള ഒരു സീരിയൽ ഞാൻ ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന പുസ്തകം നിങ്ങൾക്ക് താഴെ PDF ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വായിച്ചറിയാൻ സാധിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലാണെങ്കിൽ PDF ഫയലേ ഉള്ളൂ. മലയാളത്തിലാണെങ്കിൽ ഫിസിക്കൽ ബുക്കുണ്ട്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ ആ ബുക്കുകളും അയച്ചു തരുന്നതായിരിക്കും. എന്താണ് അറ്റോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അറ്റോൺമെൻറ്റ് നടന്നില്ലെങ്കിൽ എന്തിനാ ഇത്രയും മഹാനായ ദൈവം, സർവ്വത്തിൻ്റെ മീതെ ആയിരിക്കുന്നവനായ ദൈവം, ആദിനും അന്തിനുമായിരിക്കുന്ന ദൈവം ഇത്രയും പങ്കപ്പാട് കഴിച്ചുകൊണ്ട് ഈ ഭൂമി മനുഷ്യനായിട്ട് അവതരിച്ച് എല്ലാ നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഏറ്റവും ലജ്ജാകരമായ വിധത്തിലൊരു ക്രൂശ് മരണവും നേറ്റ് ഇത്രമാത്രം ബുദ്ധിമുട്ട് കഴിക്കേണ്ട ആവശ്യമുള്ള തന്നോട് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്നാം മനുഷ്യനായ ആദാം ഹവ്വയും തെറ്റ് ചെയ്തപ്പോൾ അവരോടങ്ങ് ക്ഷമിക്കാൻ മേലായിരുന്നു. എന്തിനെത്രയും വലിയൊരു പ്രായശ്ചിത്തമൊക്കെ നടത്തിയത്, ഇത്രയും വലിയൊരു പ്രവൃത്തികളൊക്കെ നടത്തിയത്? ഇതിൻ്റെ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാകുക നമ്മുടെ സോളിൽ അതിനെ സ്വീകരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വാക്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുള്ളൂ. അത് സ്വീകരിച്ചാൽ മാത്രമല്ല, നമ്മുടെ രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ ഞാൻ താഴെ ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് ഒരു 5 കണ്ടീഷനുകളുണ്ട്. ഒന്ന് അറ്റോൺമെൻറ്റ്, അതായത് പ്രായശ്ചിത്തം, അതായത് പകരക്കാരനായുള്ള ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടും മരണവും. അത് നടന്നാൽ മാത്രമേ ദൈവിക ഭരണകൂടം മാനവജാതിയുടെ മേൽ വിധിച്ചതായ ശിക്ഷ, ദൈവമല്ല ശിക്ഷ വിധിച്ചിരിക്കുന്നത്, ദൈവിക ഭരണകൂടത്തിൻ്റെ ലോ, അത് മാറ്റുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഇപ്പോൾ ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിമാരോ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസോ അവർക്ക് നിയമം മാറ്റിക്കൊണ്ട് ഒരു വിധി നടത്തുവാൻ അധികാരമില്ല. ഓൾറെഡി
എഴുതപ്പെട്ടിരിക്കുന്നതും സീൽ ചെയ്തിരിക്കുന്നതുമായ നിയമത്തിനനുസരണമായാണ് വിധികൾ നടത്തുന്നത്. എന്നാൽ ദൈവമോ തൻ്റെ ലോയെ ഒരു കാലത്തും മാറ്റുന്നവനല്ല. അവൻ മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ അവൻ്റെ നിയമങ്ങൾക്ക് മാറ്റമില്ല. ഇത് ഈ ശബ്ദം കേൾക്കെ ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പോൾ ദൈവനീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണകൂടം, ദ ലോ ഓഫ് ഗോഡ്, മാനവജാതിയുടെ മേൽ വിധിച്ചതായ നിത്യമായ മരണമെന്ന ശിക്ഷയെ മാറ്റാൻ മറ്റു ഒരു പ്രവൃത്തികൾ കൊണ്ടും സാധ്യമല്ലെന്നിരിക്കെ അത് മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തിട്ട് സ്തോത്രം, അന്ത്യകാലത്ത് കാലസമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് അതേ ലോയുടെ കീഴിലുള്ളവനായി ജനിച്ചുകൊണ്ട് മനുഷ്യനായിട്ട് കടന്നു വന്ന് മനുഷ്യനെ പോലെ ശരീരം, പ്രാണനും ആത്മാവുമുള്ളവനായിട്ട് ദൈവത്തിൻ്റെ ലോ അനുസരിച്ച് ജീവിക്കാം, അനുസരണത്തിൽ ജീവിക്കാമെന്ന് അവസാനത്തോളം മരണത്തിൽ ക്രൂശിലെ മരണത്തോളം തന്നെ കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ട് മരിച്ച് നമ്മുടെ മേലുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും നാം പോയി നിത്യമായി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിലും നരകത്തിൻ്റെ അവസ്ഥയിൽ കടന്നു ചെന്ന് നമുക്ക് പകരമായി ശിക്ഷ അനുഭവിച്ചു എന്നാണ് സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നമ്മുടെ സോളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി കിട്ടി. ക്രിസ്തുവിനെ നമ്മുടെ പകരക്കാരനായിട്ട് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് അനുസരണത്തിൽ തികഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യത പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അറ്റോൺമെൻ്റാണ് അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. അത് പിതാവായ ദൈവവും പുത്രനായ ദൈവവുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു കവനൻ്റാണ്. അതിൽ പറയുന്നത് ഈ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവിക ഭരണകൂടം അവൻ്റെ മേൽ വിധിച്ചതായിരുന്ന ശിക്ഷിക്കപ്പെട്ട മാനവജാതിയിൽ നിന്ന് ഒരു കൂട്ടത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമായിട്ടുള്ള അറ്റോൺമെൻറ്റ് പുത്രൻ നിവർത്തിക്കണം. വീണ്ടെടുത്ത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാക്കി അവരെ സൽഗുണപൂർണ്ണരാക്കി അല്ലെങ്കിൽ വിശുദ്ധരാക്കി തീർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന ഒരു ഡ്യൂട്ടിയാണ് പുത്രനുള്ളത്. ഇതാണ് പിതാവും പുത്രനുമായിട്ടുള്ള ഒരു കവനൻറ്റ്. അതിനെ പറയുന്നത് കവനൻറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും. അവിടെ വീണ്ടെടുക്കപ്പെടേണ്ട വ്യക്തികളാണ് മനുഷ്യന് അതിൻ്റെ അകത്ത് ഒരു പാർട്ടുമില്ല. മനുഷ്യൻ എന്തെല്ലാം പ്രായശ്ചിത്തം ചെയ്താലും അത് ദൈവസന്നിധിയിൽ വില പോകുകയില്ല, അൺലെസ് അതർവൈസ് ദൈവത്തിൻ്റെ ഭരണകൂടത്തിന് തൃപ്തി വരാത്തിടത്തോളം. അതിനുശേഷമുള്ള സെക്കൻഡ് കണ്ടീഷനാണ് റിപ്പൻറ്റൻസ്. ഇന്ന് റിപ്പൻറ്റൻസിനെ കുറിച്ചുകൊണ്ട് പലവർക്കും ചിന്തിച്ചിരിക്കുന്നത് കുറേ സാൻമാർഗിക പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്നുള്ള വിട്ടുമാറി നിൽക്കലെന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവിക സൽഗുണങ്ങളോട് കൂടെ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. ഒരു മൺകൂടാരത്തിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം കടന്നു വന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവത്തിനുള്ള സദ്ഗുണങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ. അതിൻ്റെ ബേസിക് ഒരു വൺ വേർഡിൽ പറയുകയാണെങ്കിൽ ഡിസിൻട്രസ്റ്റഡ് ലവ്. അതിൽ നിന്നുമാണ് പരീക്ഷിക്കപ്പെട്ട മനുഷ്യൻ സെൽഫിഷിനെ തിരഞ്ഞെടുക്കുന്നത്. തോട്ടത്തിലെ വൃക്ഷം, യാതൊരു വൃക്ഷം നിനക്ക് സകല വൃക്ഷം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള കൽപ്പന അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കെ തന്നെ സേറ്റാൻ കടന്നു വന്ന് പ്രോമിസ് കൊടുക്കുന്നത് മരിക്കുകയില്ല നിശ്ചയം, തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ തിന്മകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരായിട്ട് ദൈവത്തെ പോലെയാകാം എന്ന് പറഞ്ഞാൽ ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തെ കൂടാതെ സെൽഫ് എക്സിസ്റ്റഡ് ആകാം. ഈ സെൽഫിഷ്നെസ്സിൻ്റെ മോഹം അവൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന് ആ മോഹം ഗർഭം ധരിച്ച് പാപം ഫിസിക്കലായിട്ട് ചെയ്തപ്പോൾ ദൈവ തേജസ് അവനിൽ നിന്ന് വിട്ടുപോവുകയും ദൈവിക സദ്ഗുണങ്ങൾ ഡിസിൻട്രസ്റ്റഡ് ലവ് അവനിൽ നിന്ന് വിട്ടുപോവുകയും സെൽഫിഷ്നെസ് കടന്നു വന്നു. ഇതിനെ റിവേഴ്സ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിപ്പൻറ്റൻസ് എന്നത്. ചേഞ്ച് ഫ്രം ദ അൾട്ടിമേറ്റ് ചോയ്സ് ഫ്രം സെൽഫിഷ്നെസ്. ഇന്ന് മാനവജാതിയിൽ ക്രിസ്തുവിൽ ആകാത്ത ഏതൊരു വ്യക്തിയും, എത്ര വലിയ പോപ്പായിരുന്നാലും തിരുമേനിമാരായിരുന്നാലും സെൻട്രൽ പാസ്റ്റർമാരായിരുന്നാലും പ്രാസംഗികരായിരുന്നാലും അവൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും സെൽഫിഷ്നെസ് ഉണ്ടെങ്കിൽ അവൻ ദൈവരാജ്യത്തിലല്ല, റിപ്പൻറ്റൻസിലല്ല. ആ ചേഞ്ച് ഓഫ് അൾട്ടിമേറ്റ് ചോയ്സ് ഫ്രം സെൽഫിഷ്നെസ് ടു ഡിസിൻട്രസ്റ്റഡ് ലവ് എന്ന് പറയുന്നതിനെയാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വിധിക്കാൻ സാധിക്കും ഇന്ന് മാനവജാതിയിൽ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ എത്ര പേര് ദൈവരാജ്യത്തിൻ്റെ വഴിയിലുണ്ട്, ക്രിസ്തു കാണിച്ച മാർഗത്തിലുണ്ട്, ക്രിസ്തുവിലുണ്ട്, നിത്യതയിലേക്ക് എടുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് സ്വയമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനൊന്നും പ്രത്യേകമായിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ആവശ്യമല്ല. ഈ ശബ്ദങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിവേചിച്ചറിയാൻ സാധിക്കും. എൻ്റെ ലൈഫ് സെൽഫിഷ്നെസ്സിനാണോ, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാൻ എൻ്റെ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് ഇടപെടുന്നു അവരുടെ
ബെനിഫിറ്റാണോ ആഗ്രഹിക്കുന്നത്? ദൈവം അതാണ് ക്രൂശിൽ കാണിച്ചു തന്നത്. നാം ശിക്ഷിക്കപ്പെട്ട് നിത്യമായ മരണം വഹിച്ചുകൊണ്ട് നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടി കോടി മനുഷ്യർ കോടാനുകോടി വർഷങ്ങൾ നിത്യമായ നരകത്തിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിക്കുന്നത് നല്ലതെന്ന് കണ്ടതിനെയാണ് ഈ ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറയുന്നത്. അതാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടേണ്ടത്. അങ്ങനെ അവനുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ കൂടെ അവനുമായിട്ട് ഒന്നായി ചേർന്നാൽ മാത്രമേ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയുള്ളൂ. ഇത് പ്രസംഗിച്ചതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ ഇതിൽ കൂടെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് ഒരു തിയറി ശരിയാണ്, ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടായില്ല. നമ്മുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കണം. അടുത്താണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുണ്ട്. ഫെയ്ത്ത് ഓൺലി എന്ന് അനേക പ്രസംഗങ്ങൾ കേൾക്കാം. അതിനു മുമ്പിലുള്ള ഈ 2 കണ്ടീഷൻ ഫുൾഫിൽ ആയതിനു ശേഷമാണ് ഈ ഫെയ്ത്ത് എന്ന കാര്യം പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ റിലയൻസ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, അവനിലുള്ള ആശ്രയം. ഏതൊരു വിഷയത്തിലും ലോകത്തെയും ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന സേറ്റാനിലുള്ള ആശ്രയമല്ലാതെ ക്രിസ്തുവിൽ മാത്രമുള്ള ആശ്രയം. ഇതാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പെസഹയെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്നത്. ചോരത്തെളി ഒരു വിഷയം, എന്നാൽ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചേരിയോടും കയ്യിൽ വടി പിടിച്ച് കാലിൽ ചെരുപ്പിട്ട് അരമുറുക്കിക്കൊണ്ട് തിടുക്കത്തോടെ കൂടെ തിന്നണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് യേശുവിൻ്റെ രക്തത്താലുള്ള സംരക്ഷണത്തെയും അനുഗ്രഹങ്ങളെയും കുറിച്ചുകൊണ്ട് അനേക പ്രസംഗങ്ങളുണ്ട്. ഇതെല്ലാം പ്രസംഗിക്കുന്നവരും ഏറ്റെടുക്കുന്നവരും മിസ്രൈമിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ പ്രാസംഗികരും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരൊക്കെ മിസ്രൈമിൽ നിൽക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഈ പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പുരോഹിതന്മാരും അല്ലെങ്കിൽ ചർച്ചിൻ്റെ ലീഡേഴ്സും, ഏതെല്ലാം മതവിഭാഗങ്ങളായിരുന്നാലും അതിൻ്റെ ലീഡേഴ്സും തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചേരിയോടും കൂടെ തിന്നാത്തിടത്തോളം അവരും മിസ്രൈമിൽ നിൽക്കുന്നതേ ഉള്ളൂ. ആ 12-ാം അധ്യായം ഞാൻ അനേക ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. 12-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7-ാം വാക്യം വരെ വിശദീകരിക്കുന്നത് അറുക്കപ്പെടാൻ പോകുന്ന പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. 8-ാം വാക്യം തുടങ്ങി 14-ാം വാക്യം വരെ വിശദീകരിക്കുന്നത് അത് തിന്നവർക്ക് കുറിച്ചുള്ള ക്വാളിറ്റി വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ടതായി പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചേരിയോടും കൂടെ തിന്ന് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കാല് ചെരുപ്പിട്ട് തിന്നവർ. എന്നിട്ട് 13-ാം അധ്യായത്തിലാണ് യഹോവ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും അവർ രാവും പകലും യാത്ര ചെയ്യാൻ തക്കവണ്ണം കടന്നു വരുന്നത്. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചേരിയോടും കൂടെ തിന്നാത്തിടത്തോളം അവർ മിസ്രൈമിൽ വസിക്കുന്നതേ ഉള്ളൂ. ഇന്ന് മിസ്രൈമിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ചോരത്തെളി പ്രസംഗിക്കുന്നവരും ചോരത്തെളി ആചരിക്കുന്നവരും യേശുവിനെ പ്രസംഗിക്കുന്നവരും ഒക്കെയും തന്നെ ഇന്ന് മിസ്രൈമിൽ കിടക്കുന്നതേ ഉള്ളൂ. ഇതാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കുന്ന അനേകരുണ്ട്, അനേക പ്രസംഗങ്ങളുണ്ട്. എന്നാൽ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറയുന്നതാണ് ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചേരിയോടും കൂടെ തിന്നുന്ന വിഷയം. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാത്തിടത്തോളം പ്രസംഗിക്കുന്ന പ്രാസംഗികനും കേൾക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നവരും ഇന്നും മിസ്രൈമിൽ കിടക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സേറ്റാൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്നതേ ഉള്ളൂ. ഓഫ് കോഴ്സ് അവർ ചോരത്തടി ആചരിച്ചവരാ. മിഥ്യാധാരണയിൽ അവരുടെ പാപം ക്ഷമിച്ച് കിട്ടിയെന്നുള്ള ചിന്തയോടുകൂടെ ഇരുട്ടി നടക്കുകയാണ്. അതാ യോഹന്നാൻ പറയുന്നത്, അവന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ നടക്കണം. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചേരിയോടും കൂടെ തിന്നണം. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് ഉപദേശത്തിലുള്ള പുളിപ്പ്, സാൻമാർഗ ജീവിതത്തിലുള്ള പുളിപ്പ്, ആരാധനയുള്ള പുളിപ്പൊക്കെ നീക്കിക്കളഞ്ഞ് പുതിയ പിണ്ഡമായിട്ട് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ പിണ്ഡമായിട്ടുള്ള ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കയ്പിച്ചേരി എന്നോട് പറഞ്ഞത് ക്രൂശ് എടുത്തിട്ട് ഇന്ന് ക്രൂശ് മാറ്റിക്കളയുന്ന അനേക ശാപം മുറിക്കൽ ശുശ്രൂഷകൾ ഇതെല്ലാം മിസ്രൈമിൽ നടക്കുന്നതാണ്. ഇത് മിസ്രൈം നടക്കുന്ന വിഷയങ്ങളല്ല നമുക്ക് വേണ്ടത്. ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചേരിയോടും കൂടെ തിന്ന് മരുഭൂമിയിൽ കൂടെ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരുടെ കൂടെയാണ് യഹോവ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം ശരിക്കും സോളിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷനോ ഒരു പ്രത്യേക പ്രാസംഗികനെയോ ഇവരൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ മിസ്രൈം ദേശത്ത് കിടക്കുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ചോരത്തെള്ളിയതായിട്ടുള്ള ചില സംരക്ഷണങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് വിചാരിക്കും സാത്താൻ ഞങ്ങളെ തൊടുന്നില്ല എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടാം. പക്ഷേ കാഹളനാദം കേൾക്കുമ്പോൾ മിസ്രൈം ദേശത്ത് കിടക്കുന്നവരല്ല എടുക്കപ്പെടുന്നത്. മരുഭൂമിയിൽ കൂടെ പുത്രൻ്റെ മേൽ ചാരിക്കൊണ്ട്, പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ഇതെല്ലാം ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ദി ഗ്രേറ്റ് സാൽവേഷൻ എന്ന ക്ലാസ്സുകൾ, തുടർന്ന് പല ക്ലാസ്സുകൾ, ഫെസ്റ്റിവൽസ് ഓഫ് ഗോഡ്, ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പല ക്ലാസ്സുകളും ഈ സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സമയമെടുത്തത് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്താണ് സാങ്ക്ടിഫിക്കേഷൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. അതാണ് വിശ്വാസികളുടെ ജീവിതം നടക്കേണ്ടത്. അടുത്താണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് റൈറ്റ് വിത്ത് ഗാഡ്. നാം രക്ഷയായിട്ട് പറയുന്ന സമയത്തോ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന സമയത്തോ ഇത് നടക്കും. പക്ഷെ തുടർന്ന് നമുക്കൊരു യാത്രയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും തിരിച്ച് നിങ്ങൾ ലോകത്തിലേക്ക് ആശ്രയിച്ചാൽ ജസ്റ്റിഫിക്കേഷൻ ക്യാൻസലായി. വീണ്ടും റിപ്പൻറ്റൻസിലേക്ക് വന്ന് വീണ്ടും നമ്മുടെ അൾട്ടിമേറ്റ് ചോയ്സ് സെൽഫിനിഷ്നസ് എന്ന് മാറ്റി ഡിസെൻഡസ് എല്ലാം ആക്കി. എന്തുകൊണ്ട് നാം സിൻ ചെയ്യുന്നത്? നമ്മുടെ സെൽഫ് ഉയർന്നു വരുന്നത് കൊണ്ട്. സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷനാണ് സിൻ എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത്. അതിൽ നിന്നും മാറി ഇതിന് നമുക്ക് സ്വയമായിട്ട് നമ്മുടെ മാനുഷിക ശക്തികൾ കൊണ്ട് സാധ്യമല്ല. അതിനാണ് ക്രിസ്തുവിൻ്റെ ആവശ്യകത നമ്മളിലുള്ളത്. അതിനാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. അതിനാണ് നമുക്ക് ഉയരത്തിനുള്ള ശക്തിയെ സൗജന്യമായിട്ട് മറ്റൊരു കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥലം നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ശരിക്കും മനസ്സിലായി ഒരു പൂർണ്ണ സമർപ്പണത്തോടു കൂടെ വരികയാണെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അല്ലെങ്കിൽ പാപം നിലനിൽക്കും, അതിൻ്റെ ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് സീരിയസ് ആണ് ഈ വിഷയം. അത് ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ സോളിൽ ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ച് തരട്ടെ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ, ഉയർത്തവനായ ക്രിസ്തുവിനെ, മരിച്ചവരിന്ന് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി വസിക്കുന്നവനെ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്നേഹിതനായി, നിങ്ങളുടെ രക്ഷയായി, നിങ്ങളുടെ നീതീകരണമായി നിങ്ങളിൽ കൈക്കൊള്ളുവാൻ നിങ്ങൾ സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വീകരിക്കാൻ സഹായിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കേൾക്കുവാനും പഠിക്കാനും ലളിതമാണെങ്കിലും നിൻ്റെ കൃപ കൂടാതെ ഈ ഒരു റിലേഷനിൽ കർത്താവെ പ്രവേശിക്കാനോ നിലനിൽക്കുവാനോ സാധിക്കുകയില്ലല്ലോ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവർക്ക് വേണ്ടി പുത്രൻ പ്രായശ്ചിത്തമായി തീർന്ന ആ മഹൽ പ്രവൃത്തിയുടെ ആ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി കൊടുത്ത് ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും അവൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന നീ റിലേഷനിലേക്ക് ചേർക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.